ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഇറ്റ്സ് നെക്സ്റ്റ് വാട്ടി. ഈ വീഡിയോയിൽ നമ്മൾ പുതിയ ലെറ്റ്സ് പ്ലേ തുടങ്ങിയിട്ടുണ്ട്, അതായത് പുതിയ ലെറ്റ്സ് പ്ലേ സീരീസ്. സോ ഞാൻ അധികം ബോറാക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇറ്റ്സ് മീ നെക്സ്റ്റ് വാട്ടി. ഗൈസ് വരികയാണെങ്കിൽ ഓക്കെ, നമുക്ക് ഇവിടുത്തെ മരം മുറിക്കാം, തടീനെ കണ്ട് മേലേക്ക് തുടങ്ങാം. അതാണ് ഐശ്വര്യം. ഓക്കെ, സോ ഞാൻ പല യൂട്യൂബേഴ്സും ചെയ്യണ മാതിരി ഈ വീഡിയോക്ക് ഗോൾസ് വെച്ചിട്ടുണ്ട്. അതായത് ഈ എപ്പിസോഡ് ഈ 3 കാര്യം ചെയ്താലേ തരും എന്നുള്ള മാതിരി. സോ ഫസ്റ്റ് ഗോൾ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഒരു കൂട്ടം നമുക്ക് ഇങ്ങോട്ട് മാറ്റിയേക്കാം. ഓക്കെ, ഫസ്റ്റ് ഗോൾ ഞാൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. വേറൊന്നുമല്ല, മരം മുറിക്കുക എന്നാണ്. സോ അത് കംപ്ലീറ്റ് ആക്കി ഞാൻ ഗോൾസ് പറയുന്നതിന് മുമ്പ് തന്നെ. സോ ഇനി അതിൻ്റെ മേത്തേക്ക് നമുക്ക് അതായത് അങ്ങോട്ടേക്ക് ആ ഭാഗത്തേക്ക് അങ്ങോട്ട് പോകണ്ട നമുക്ക്. സോ ഇനി നെക്സ്റ്റ് അപ്പോൾ ഫസ്റ്റ് ഗോൾ എന്ന് പറയണത് മരം മുറിക്കാമെന്നായിരുന്നു. അപ്പോൾ ഗൈസ്, ഞാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വുഡ് നമ്മൾ മൈൻഡ് ചെയ്തല്ലോ. അപ്പോൾ ഇവിടെ ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. അതേമാതിരി ഇനി നമുക്ക് ബെഡ് കണ്ടുപിടിക്കണം. ബെഡ് വില്ലേജിൽ പോയി കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ നമ്മൾ ബെഡ് ഷീപ്പിനെ അടിച്ച് വന്ന് ഉണ്ടാക്കണം. പിന്നെ ലാസ്റ്റത്തെ എന്ന് പറയുന്നത് സ്റ്റോണാണ്. സ്റ്റോൺ മൈൻഡ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ടാസ്ക്. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. അപ്പോൾ രണ്ടാമത്തെ ഗോള് ഞാൻ കാണിച്ച പോലെ ബെഡ് ഉണ്ടാക്കാന്നാണ്. ബെഡ് ഇനി എടുത്ത് ഒപ്പിക്കണം എന്നാവും. ഓക്കെ, എന്തുണ്ടേ സ്റ്റിക്ക് ഉണ്ടാക്കാം. 4 സ്റ്റിക്ക് വേണ്ടി വരും. സോ ആക്സും പിക്കാക്സും ഉണ്ടാക്കാമല്ലോ. പിക്കാക്സും ഇത് രണ്ടുമാണ് മെയിൻ. ഐ തിങ്ക് ഇത് രണ്ടും മെയിൻ. ഓക്കെ, നമുക്ക് ഇനി ഇത് മുറിക്കാം. സോ ഞാൻ ഇനി ഇവിടെ അടുത്ത് ഏതെങ്കിലും വില്ലേജ് ഉണ്ടോയെന്ന് അറിയില്ല, നോക്കാം. ലെക്ക് ഉണ്ടെക്ക് തോന്നുന്നത് ഇത് ഫ്ലാറ്റ് വേൾഡാണെന്ന് തോന്നുന്നു. അങ്ങോട്ടൊക്കെ ആയിട്ട് മിനിമം ഫ്ലാറ്റാണ് കണ്ടിട്ട് തോന്നുന്നത്. ഈ അല്ല, ഇത് സീലാൻഡാ, സീൻ്റെ അടുത്ത് കേട്ടിട്ടുണ്ടാവും തോന്നുന്നത്. ഐ തിങ്ക് ബീച്ച് സൈഡ് ആയിട്ടുള്ള. ഓക്കെ, അത് തുടക്കം. ഇനി ഞാനിവിടെ കുറക്കാം. ഓക്കെ, അത്രക്ക് കുറച്ചിട്ടുണ്ട്, നല്ല കുറച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഓഫായി. ഇനി വാ ആപ്പിൾ. ഇനി ഇതിവിടെ ഒരു ഓക്കെ മനുഷ്യക്കുഞ്ഞിന് പോലും കാണും. ഓക്കെ, വില്ലേജും ഉണ്ടല്ലോ. അപ്പോൾ സെക്കൻഡ് ഗോളും കംപ്ലീറ്റ് ആക്കി. ഓക്കെ, അവിടെ ചാവളം. ഓക്കെ, അങ്ങനെ അതിനെ ഒന്ന് ഫുഡ് ഇനി അവിടെ ഹാബയിലല്ലായിരുന്നോ? അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ഹാബയിലാണ്. അങ്ങനെ അത് വെച്ചിട്ട് നമുക്ക് വീറ്റ് ഉണ്ടാക്കാമല്ലോ. ഞാൻ പറഞ്ഞത് ആ സംഭവം. ഓക്കെ, കണ്ണൊന്ന് അവിടെ ആയിട്ടുള്ള അതാണ് ഞാൻ പറഞ്ഞത്. ഹാബയില അങ്ങനെ എന്തോ അല്ലേ. കുറേ മൈൻക്രാഫ്റ്റ് വിളിച്ചിട്ട് അതാ ഹൈ വില്ലേജർ. ഇവനൊരു ജോലിയും ഇല്ലല്ലോ ഗൈസ്. നമുക്ക് ഇവിടെ ഒരു 2 വില്ലേജറിനെ ലോക്കിടാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഭാവിയിൽ അത് നമുക്കൊരു ബ്രീഡർ ഉണ്ടാക്കാൻ വേണ്ടി ആ 2 ഉപയോഗിക്കാം. ഞങ്ങൾ ആദ്യം അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ പലരും അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ എത്ര വീറ്റ് കിട്ടിയല്ലോ, അതുകൊണ്ടൊരു ഓക്കെ 62 63. ഓക്കെ, വീറ്റ് ഓക്കെ ആയി. നമുക്ക് ബണ്ണ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ. ബണ്ണ് ഉണ്ടാക്കാൻ തോണ്ടേ? ബ്രെഡ് ബണ്ണല്ല, ബ്രെഡ്. സോറി, ബ്രെഡ് ഉണ്ടാക്കാൻ എന്താ വേണ്ടേ? അടിക്കാൻ കേട്ടോ, ബ്രെഡ് അല്ല, അടിക്കാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു ബ്രെഡ് ഉണ്ടാക്കാൻ പറ്റില്ല. ബ്രെഡ് ഇനി അവിടെ ഈ വീറ്റ് ഇവിടെ വെച്ചാൽ മതിയാ. ഇങ്ങനെ വെക്കല. വീറ്റ് വെച്ചിട്ട് ഇവിടെ ഒന്നും കാണുന്നില്ല. ഇങ്ങനെയാണ് ഗൈസ്. ഓക്കെ, അറിയില്ല ബ്രെഡ് ഇങ്ങനെ ഉണ്ടാക്കാന്ന്. ഞാൻ ഇതിലത്ര പ്രോ അല്ല. ഈ ഹാബയിൽ വെച്ചിട്ടൊന്നുമല്ലല്ലോ. ഹായ് യെല്ലോ. ഹെല്ലോ വേണ്ട, പിന്നെ കൊല്ലല്ലേ വേണ്ട, പാവാണ്. കൊല്ല. ഓക്കെ ആക്സ് പൊട്ടി. ഇവിടെ ഒരു ഏതെങ്കിലും ഇതുണ്ടാവില്ല.
പുതിയ ആക്സ് ഉണ്ടാക്കാം. അതാ നല്ല. ഹലോ, മൈക്ക് വർക്കാവുന്നില്ലേ? ഓക്കെ ഓക്കെ. ഇനി ഓക്കെ എന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഓക്കെ, ഇവിടുത്തെ വുഡ് എടുക്കാം. ഓക്കെ, രണ്ടും ഉണ്ടല്ലോ, രണ്ടും എടുക്കാം. ഓക്കെ. ഹായ് പൂച്ച. ഇവന് നമുക്ക് പെറ്റാക്കാൻ പറ്റും. നമുക്ക് ക്രീപ്പർ വരുമ്പോൾ സഹായത്തിന്. ഇവനാവശ്യമില്ല, പോട്രാ. ഗായ്സ്, ഐ തിങ്ക് വെയിറ്റ്, ഇതൊരു ഐലൻഡാണോ? ഐ തിങ്ക് ഐലൻഡാണ്. അവിടെ സ്പ്രൂസും ഉണ്ട്. ഓക്കെ, ലാഭമായി. അവിടെ വെച്ച് സ്പ്രൂസും ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഐലൻഡാണ്. ഐലൻഡ് ലക്ക് കിട്ടിയല്ലോ. ലക്കാണെന്ന് തോന്നുന്നു ഐലൻഡ് കിട്ടിയാൽ. ഐലൻഡാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഓക്കെ, ഐലൻഡ് തന്നെയാണ്. ഐലൻഡ് സീഡാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ലാഭമായി. ഓക്കെ, നമ്മളെ ബേസ് അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് കാക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ വെറുതെ എക്സ്പ്ലോർ ചെയ്യല്ലേ. എന്തപ്പോൾ ചെയ്യല്ലേ? ഓക്കെ, നമുക്ക് നമ്മളെ ബേസ് എനിക്ക് തോന്നുന്നു ഇനി ഫൈനൽ ആൻഡ് ലാസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് ഞാൻ അതിൽ കാണിച്ച മാതിരി സ്റ്റോൺ ഒപ്പിക്കലാണ്. ഓക്കെ, അവിടെ ഉണ്ട് സ്റ്റോണ്. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോൻ്റെ ഗോൾസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യും. ഫസ്റ്റ് തന്നെ ഗോൾസ് കംപ്ലീറ്റ് ആക്കുന്നല്ലേ, പിന്നെ നമുക്ക് അങ്ങോട്ട് വീഡിയോ ഒക്കെ എടുക്കാം. അവിടെ കിടാം ചാടല്ലേ. ഓക്കെ, അതിൻ്റെ ബട്ടൺ ഓണായി കൊണ്ടിരിക്കായിരുന്നു. സാധാ ഇതാണ് ഗൈസ് കീബോർഡ്, അതുകൊണ്ടാണ്. വലിയ യൂട്യൂബറായിട്ട് വേണം മെക്കാനിക്കൽ കീബോർഡൊക്കെ വാങ്ങിക്കാൻ. എന്താ ആഗ്രഹമല്ലേ. ഓക്കെ, എത്ര മതി എന്ന് തോന്നുന്നു. ഒന്ന് അപ്ലോഡ് ചെയ്യാം. എനിക്ക് ഇഷ്ടപ്പെട്ട് ഇവിടുത്തെ കാലാവസ്ഥ. ലക്കിന് കിട്ടിയാണ് ഗൈസ് ഈ സൈഡ്. ഇതുകൊണ്ട് നമുക്ക് ഒന്നും ഉണ്ടാകാൻ പറ്റില്ല. ഓക്കെ, 4 സ്റ്റിക്ക് ഉണ്ടാക്കിയിരുന്നു. നമുക്ക് പറ്റുവാണെങ്കിൽ ഇതിങ്ങനെ ഉണ്ടാക്കാം. ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിളല്ലേ വെച്ചിരുന്നല്ലേ. ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിള ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരിക്കേ. ഓക്കെ, ഇവിടെ നോക്കിയാൽ കിട്ടുമല്ലോ ബ്രെഡ്. ബ്രെഡ് കിട്ടും. എനിക്ക് ബ്രെഡ് ഉണ്ടാക്കാറില്ലായിരുന്നു. ഇതിപ്പോൾ അങ്ങനെ വെച്ചാൽ മതിയോ? ഇതിങ്ങനെയാണ് മുഴുവൻ ബ്രെഡ് അങ്ങനെ എടുക്കുക. എനിക്കറിയില്ല ഗൈസ്, കുറേ മൈൻക്രാഫ്റ്റ് വിളിച്ചിട്ട്. മുഴുവൻ ഇങ്ങനെ വെച്ചാൽ മതി. ഇവിടെ നിൽക്കിയാൽ മതിയോ? ഓക്കെ, ഇതിപ്പോൾ എത്ര ബ്രെഡ് കിട്ടും? 27 ബ്രെഡ് കിട്ടി. നൈസ്. ഒരു സ്റ്റാക്കും 8 ബ്രെഡും കൂടി കൊടുത്ത്, ഒരു സ്റ്റാക്ക് ബ്രെഡും 8 ബ്രെഡും ഒരു സ്റ്റാക്ക് ബ്രെഡും അങ്ങനെയല്ല, ഒരു സ്റ്റാക്കും 8 ബ്രെഡും കൂടി കൊടുത്തപ്പോഴാണ് 27 ബ്രെഡ് കിട്ടിയത്. അത് കുറച്ച് ചീപ്പല്ലേ? ചീപ്പും എക്സ്പെൻസീവ് അല്ലേ? ചീപ്പാണല്ലോ പോലും. എന്തത് എയറിൽ ബ്ലോക്കാണ്. മൈൻക്രാഫ്റ്റ് ഫിസിക്സാണ് ഗൈസ്. എയറിൽ ബ്ലോക്ക് ജനറേറ്റ് അതിൻ്റെ പ്രശ്നമാവും. എയറിൽ ഇത് ഉമ്മർ എവിടെ വെച്ചിരിക്കണേ? എയറിൽ £1 ഫിഷ്. ഓക്കെ, ഇതൊക്കെ തോന്നുന്നു ഐലൻഡാണ്. ലാഭമായി. നമ്മുടെ ഇനി നെക്സ്റ്റ് എപ്പിസോഡ് നമുക്ക് ബേസിൻ്റെ ലേ ഔട്ട് ഉണ്ടാക്കണം. ബേസ് തന്നെ ഉണ്ടാക്കാം. അങ്ങനത്തെ വീടുണ്ടാക്കണം. സോ അതിന് വേണ്ടി സ്പ്രൂസൊക്കെ നെക്സ്റ്റ് എപ്പിസോഡ് ആകുമ്പോഴത്തേക്കും ഞാൻ ഗ്രൈൻഡ് ചെയ്ത് വെച്ചോളാം. അടുക്കൂല്ലോ ഇത് ഒറ്റ കളിക്കുമ്പോൾ. ഓക്കെ, ഉറങ്ങാം. അങ്ങനെ ഒരു അച്ചീവ്മെൻറ്റും കൂടിയായി. അച്ചീവ്മെൻ്റ് അല്ല, അഡ്വാൻസ്മെൻറ്റ്. അച്ചീവ്മെൻ്റ് എന്നല്ലേ, അഡ്വാൻസ്മെൻ്റ് എന്ന് പറയാം. ഓക്കെ, അങ്ങനെയൊക്കെ ഒരു അഡ്വാൻസ്മെൻറ്റും കൂടിയായി. ഇനി നമുക്ക് ഫർണസ് ഉണ്ടാക്കിയാലോ? വേണ്ടി വരുമോ? പറയൂ. വേണ്ടി വരൂലേ? ഒരു ഫർണസും കൂടി നമുക്ക് ഉണ്ടാക്കി വെക്കാം. സോ ഞാൻ നെക്സ്റ്റ് എപ്പിസോഡ് ആകുമ്പോഴത്തേക്കും ഞാൻ ഫുള്ള് അയണായിട്ട് ഉണ്ടാവും. ഓക്കെ,
അതിന് വേണ്ടി നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആകെയൊക്കെ 3 സബ്ബേ ഉള്ളൂ, അത് മതി. അതും ഈ ചങ്ങായിമാർ തന്നെ. ഒന്ന് ആൻഡ്രോബി, ഐ മീൻ O6 പറ്റി അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഇപ്പോൾ അവൻ്റെ പേര്, O6 അങ്ങനെ എന്തോ. പിന്നെ എൻ്റെ ഫ്രണ്ട് വേറൊരു ഫ്രണ്ടായ പാച്ചു ദ മൈനർ. ഓക്കെ, ആ നിലക്ക് വീഡിയോയിൽ പോപ്പിബിൾ ടൈമിന് സഹായിച്ചു തന്നിരുന്നു. വെരി വെരി താങ്ക്സ് ബ്രോ പാച്ചു ദ മൈനർ. നല്ല ആ വീഡിയോക്കൊക്കെ കോഡിങ്ങിൻ്റെ ഇൻട്രോക്ക് വേണ്ടി സഹായിച്ചിരുന്നു. ഞാൻ നല്ല വീഡിയോ ഒന്നും അത്ര എഡിറ്റ് ചെയ്തില്ലായിരുന്നു. ഇതും അത്ര എഡിറ്റ് ചെയ്യാറില്ല. ഓക്കെ, വേറെ സത്യം. ഓക്കെ, നമുക്കൊരു ഐഡിയ വെച്ചിട്ട് ഇവിടെ ആയിട്ട് അങ്ങോട്ട് ബേസ് ഉണ്ടാക്കിയാലോ. ഇവിടെ വീട് നിങ്ങൾ പറ. ഇവിടെ ഞാൻ പറയണ ഐഡിയ എങ്ങനെ ഉണ്ടാവുമെന്ന്. ഇവിടെ പോയിട്ട് വീട് ഉണ്ടാക്കാം. ഓക്കെ, അതിൻ്റെ ബാക്കിലായിട്ട് നമുക്കൊരു മൈനിങ് ഏരിയ ഉണ്ടാക്കിയാലോ. ഇവിടെ കാണണേ അവിടുന്ന് അങ്ങോട്ട് പോകാൻ നമുക്ക് മടിയാണ്. ഓക്കെ, ഇവിടെ ആയിട്ട് നമുക്ക് മൈനിങ് ഏരിയ. അയാണ് സൂം ചെയ്ത് നന്നായില്ലേ, അയൺ കിട്ടി. അയൺ ഏലക്കേ ഇനി ഓക്കെ, അങ്ങനെ ഒരു അയൺ ഓർ കിട്ടി. അപ്പം ഇനി നമുക്ക് എന്തായാലും ഇവിടുന്ന് നമുക്കൊരു ലേഔട്ട് ഉണ്ടാക്കിയേക്കാം. ഞാൻ ഉദ്ദേശം മനസ്സിലായില്ല ഗൈസ്. ഇത്ര ബ്ലോക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വിട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് മൈനിങ് ഏരിയ സെറ്റപ്പ് ആക്കിയാലോ. ഇവിടെ വീണ്ടും അയാണ്. താങ്ക് യു. ഉണ്ടോ ഇത്ര ഉണ്ടാവുള്ളൂ. സോ ടോർച്ചൊക്കെ വേണ്ടി വരും. ഇപ്പം ഞാൻ ഉദ്ദേശിച്ചത് അതായത് ഇവിടെ ആയിട്ട് എൻ്റെ വീടുണ്ടാകും, ഇവിടെ ആയിട്ട് ഞാൻ ഹൗസ് ഉണ്ടാകും, ഇവിടെ ആയിട്ട് എൻ്റെ മൈനിങ് ഏരിയ. സോ ഇവിടെ ഇതൊക്കെ നികച്ച് അതുകൊണ്ട് പരത്തണം. ഇതും ആവശ്യമില്ല, ഇവിടെ ഒന്ന് ക്ലിയർ ആക്കണ്ട. ഓക്കെ, അതിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെ തന്നെ മതി. ഇവിടെ ആയിട്ട് ഞാൻ വീടുണ്ടാകും. പിന്നെ ഇവിടെ ആയിട്ട് ഒരു ചുറ്റും മറ്റേ കമ്പി വേലി മാതിരി വുഡിൻ്റെ എന്തെങ്കിലും വാള് മാതിരി എന്തെങ്കിലും കിട്ടും. ഇവിടെ ആയിട്ട് ഞാൻ വീടുണ്ടാക്കും. ഇപ്പോൾ തോന്നിയ ഐഡിയ ആണ്. ഇവിടെ വീടുണ്ടാക്കും, ഇവിടെ ആയിട്ട് മൈനിങ് ഏരിയ ഉണ്ടാകും. പിന്നെ മേലെ നിന്ന് നമുക്ക് ഒരു ക്രെയിൻ്റെ സെറ്റപ്പും കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്ക് തോന്നിയ ഐഡിയ ഉണ്ട് ഗൈസ്, ക്രെയിൻ ഉണ്ടാക്കിയിട്ട്. സോ നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്കിതിൽ കുറച്ച് ശ്രുതി ഇവിടെ ലെസ് പ്ലേയിലുള്ള മോഡ്സ് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. വെള്ളം ഓക്കെ, നമുക്കങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ പറയാം, നമുക്കങ്ങനെ ആണെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് ഇവിടുന്ന് അങ്ങോട്ട് മൈൻ ചെയ്യുന്ന ഇവിടെ നമുക്ക് സെറ്റാക്കാം. ഇവിടെ ഒരു ഇൻറ്റീരിയർ മാതിരി എന്തെങ്കിലും കൊടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഒരു മൈനിങ് ഏരിയ സെറ്റപ്പ് ആക്കാം. ഇവിടുന്ന് നേരെ താഴ്ത്തു പോകണമെന്നല്ലേ, അങ്ങനെ സെറ്റ് ചെയ്യാം. നിങ്ങളെന്ത് പറയുന്ന ഐഡിയനെ കുറിച്ച് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഞാൻ അങ്ങനെ സെറ്റ് ചെയ്യാം. ഇവിടെ വീട് നിങ്ങൾ പറയട്ടെ ഞാൻ പറഞ്ഞതിനെ കുറിച്ച്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ആയിട്ടുണ്ടാക്കാം, ഇത് നമുക്ക് നികത്താം. അത് ഏരിയ അതിന് പറ്റിയതാണ് ഗൈസ്. വളഞ്ഞിട്ടൊരു മതിൽ മാതിരി ഇവിടെ ഇങ്ങോട്ട് സെറ്റ് ചെയ്യാം. ഇവിടെ ആയിട്ട് വീട്, ഇവിടെ ആയിട്ട് മൈനിങ് ഏരിയ മൈൻ ചെയ്യാൻ തോന്നുന്നത് അതുകൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ വീഡിയോയിൽ എൻ്റെ മൈക്കിന് കുറച്ച് എറർ ഉണ്ടാവും. സോറി, ഇതെങ്ങനെയാണെന്ന് അറിയില്ല, മൈക്കിൻ്റെ വോളിയം എങ്ങനെ ഇൻക്രീസ് ചെയ്യാമെന്ന് അറിയില്ല. ഇത് പരമാവധി ഞാൻ പച്ചനമാതിരി ചെയ്തിട്ടുണ്ട്, പക്ഷേ ബാക്കി എങ്ങനെ ചെയ്യാമെന്ന് എനിക്കും അറിയില്ല. ഓക്കെ, നിങ്ങൾ പറ എങ്ങനെയാണ് ചെയ്യാമെന്ന്. ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി സെറ്റ് ചെയ്യാമല്ലേ ഇവിടെ ആയിട്ട്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി സെറ്റ് ചെയ്യാം. ഇനി വേറെ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആ വില്ലേജ് അങ്ങോട്ട് മോഡേൺ സിറ്റി അല്ല മെഡീവൽ വില്ലേജ് മാതിരി ആക്കിയാലോ. ഓൾറെഡി മൈൻ ക്രാഫ്റ്റിക്ക് തോന്നുന്ന ഒരു മെഡീവൽ ടച്ചാണ്. സോ അതിൻ്റെ അടുക്ക് നമുക്കൊരു മെഡീവൽ ഒന്നും കൂടെ അങ്ങോട്ട് കൂട്ടിയാലോ. ഇവിടെ ആയിട്ട് നമ്മൾ ഇവിടുത്തെ ഒരു ലോഡ് എന്ന് പറയാം, ഒരു കഥയാണ് ഗൈസ്. ഐ മീൻ ഒരു സ്റ്റോറി ആയിട്ട് ഡെവലപ്പ് ചെയ്യാം. നമ്മളിവിടുത്തെ ലോഡ് അതായത് ഈ വില്ലേജിൻ്റെ ലോഡ് എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ ഇവിടെ ആയിട്ട് മൈനിങ് ഏരിയ ഉണ്ട്. അവിടെ 2 പണിക്കാരന്മാർ അവിടെ നിർത്താം. ഓക്കെ, പിന്നെ ഇവിടെ ആയിട്ട് ഫാമിങ് ഏരിയ ഉണ്ടാവും. അവിടെ ആയിട്ട് ഫാം ചെയ്യണ 2 ആൾക്കാരുണ്ടാവും. നിങ്ങൾക്ക് ജന്മി എന്താണെന്ന് അറിയില്ല. സോ നമ്മളിവിടുത്തെ ഒരു ജന്മിയാണ്, അതായത് പൈസക്കാരെന്ന് പറയും. ഓക്കെ, അവിടെ ആയിട്ട് ഫാം ചെയ്യും. അതായത് ജന്മി എന്ന് വെച്ചാൽ പറയുകയാണെങ്കിൽ ജന്മിയന്മാർ ഒരു സ്ഥലം കൊടുക്കും, അവിടെ കൃഷി ചെയ്യുമ്പോൾ ആർക്ക് വേണമെങ്കിൽ കൃഷി ചെയ്യാം. അതിൻ്റെ 50% ഈ ജന്മിമാർക്ക് കൊടുക്കണം. അങ്ങനത്തെ ഒരു ഡീലാണ്. സോ അതേമാതിരി നമുക്ക് ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്യണം. എന്നിട്ട് ഇവിടെ ആയിട്ടൊരു വാള് മാതിരി സെറ്റ് ചെയ്യാം.
ഇതൊക്കെ നികത്തണം. നെക്സ്റ്റ് എപ്പിസോഡ് ആകുമ്പോഴത്തേക്കും ഞാനിത് നികത്തും. JCB വിളിക്കല്ലേ? JCB വിളിക്കാം. JCB വേണ്ടി വരും. സൂര്യൻ. സോ അപ്പോൾ ഞാൻ പറഞ്ഞ വരെ സെറ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ ഈ വീഡിയോൻ്റെ ഗോൾസൊക്കെ കംപ്ലീറ്റ് ആക്കി. ഇത് ഷോർട്ട് വീഡിയോ ആയിരുന്നു. സോ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് എത്ര പെട്ടെന്ന് വരാം. അതും ലെഫ്റ്റ് ഫ്രണ്ട് ആവാനാണ് സാധ്യത. ഓക്കെ, സോ ഇറ്റ്സ് മീ നിക്സ് YT. Until then, bye.